ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കീം 2026 റാങ്ക് ലിസ്റ്റിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ആ ഒരു റാങ്ക് ലിസ്റ്റ് ആദ്യം പ്രഖ്യാപിച്ചിട്ട് അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു വിവാദമാണ് എങ്കിൽ ഇപ്പോഴത്തെ CBSEയുടെ റീവാല്യൂഷൻ ആണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചതാണ് 22-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് കണ്ണൂർ കളക്ടർ, അതുപോലെ ട്രിവാൻഡ്രം കളക്ടർ അവരുടെ ഒഫീഷ്യൽ പേജുകളിൽ അത് കഴിഞ്ഞ HSS റിപ്പോർട്ടറൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ്. പക്ഷേ അവസാന നിമിഷം ഒരു 11 മണിയോടെ അല്ലെങ്കിൽ 10-11 മണിയോട് കൂടി തന്നെ ആ ഒരു അപ്ഡേറ്റ് പുതുതായിട്ട് വന്നു. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. മറ്റൊന്നുമല്ല, CBSEയുടെ റീവാല്യൂഷൻ റിസൾട്ട് ഇപ്പോൾ വന്നിട്ട് വിദ്യാർത്ഥികൾക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ 22 എന്ന് പറയുന്ന ഡേറ്റ് മാറ്റി 26ലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കീമിന്റെ ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് 2026 ജൂൺ 26-ാം തീയതി നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എന്തൊക്കെയാണ് ഇനി അടുത്ത പ്രൊസീജിയർ? ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളും കോളേജുകളും ഇപ്പോഴേ ലോക്ക് ചെയ്യുക. ഒരു എക്സ്പെക്ടഡ് റാങ്ക് മാർക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കുമായിട്ട് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഇത് വന്നാലുടൻ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റും വന്നാൽ നിങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടത് കാറ്റഗറി റാങ്ക് ലിസ്റ്റിനാണ്. അതായത് നിങ്ങൾ ഒരു പക്ഷേ OEC, OBC, അതല്ല എങ്കിൽ ഈഴവ, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾ തന്നെ അറിയാം, ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ ഏത് കാറ്റഗറിയാണ് കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കും. അപ്പോൾ അതിനെല്ലാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 മുതൽ 100 വരെ എടുക്കുമ്പോൾ നിങ്ങളുടെ ജനറൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10 ആണെന്ന് ഇരിക്കട്ടെ. പക്ഷേ ആ 100 പേരിൽ OBCയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ 100 പേരിലെ ജനറൽ റാങ്ക് ലിസ്റ്റിലുള്ള 10ാമത്തെ കുട്ടിയാണ് OBC റാങ്ക് ലിസ്റ്റിലെ കാറ്റഗറി റാങ്കിൽ നമ്പർ 1, മീൻസ് 1ാമത്തെ റാങ്ക്. അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറി റാങ്ക് കൂടി പരിഗണിച്ചാണ് പല കോളേജുകളിലും ഇത്രയധികം റിസർവേഷൻ. ഇത് ഓരോ കാറ്റഗറിക്കും ഇത്രയധികം റിസർവേഷൻ, ഇത്ര പെർസെന്റേജ് റിസർവേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം എന്തായാലും പറയാം. അപ്പോൾ പിന്നീട് വരുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കോളേജുകൾ സമർപ്പിക്കാം. അത് കഴിഞ്ഞ് അലോട്ട്മെന്റുകൾ ഉണ്ട്, ട്രയൽ ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്. സോ ഈ ഒരു നീണ്ട പ്രൊസീജിയർ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നമ്മുടെ കീം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ, എന്തായാലും ഉപകാരപ്പെടും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കീം റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക, ടെൻഷൻ ഒന്നും വേണ്ട. ഓൾ ദി ബെസ്റ്റ്.